ഹലോ, കഥകൾ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി തുടങ്ങിയ ഒരു പുതിയ ചാനലാണ് കഥ തുടരും എന്ന ഈ ചാനൽ. പുതിയതും പഴയതുമായ സിനിമകളുടെ കഥകൾ, അതിൻ്റെ വിശേഷങ്ങൾ ലളിതമായി കേൾക്കാൻ നമ്മുടെ ഈ ചാനലിലൂടെ. സിനിമകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. 2007 റിലീസ് ചെയ്ത അറ്റോൺമെൻറ്റ് എന്ന റൊമാൻറ്റിക് വാർ ബേസ്ഡ് മൂവി. 1935 ഇംഗ്ലണ്ടിലെ ചൂടുള്ള ഒരു വേനൽക്കാലം. 13 വയസ്സുള്ള ബ്രിയോണി ടാലസ് എന്ന കഥാകാരിയുടെ ഭാവനാലോകത്ത് അവൾ കണ്ട ഒരു കാഴ്ച അവളുടെ ചേച്ചി സിസിലിയയുടെയും കാമുകൻ റോബിയുടെയും ജീവിതം തന്നെ എങ്ങനെ മാറ്റുന്നു എന്നാണ് ഈ കഥ. ടാലസ് എന്ന സമ്പന്നമായ ഒരു കുടുംബം. അവിടെ സിസിലിയ ടാലസ് എന്ന നമ്മുടെ നായിക, ബ്രയോണി ടാലസ് സിസിലിയയുടെ അനിയത്തി, അവരുടെ അമ്മ, 3 കസിൻസ്, ഒരാളുടെ പേര് ലോല, ലോലയുടെ 2 ട്വിൻ ബ്രദേഴ്സ് എന്നിവരാണ് കുടുംബം. അവരുടെ കൂടെ അവരുടെ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന സിസിലിയയുടെ അച്ഛൻ്റെ ആശ്രിതൻ്റെ മകനായിരുന്നു റോബി. അതാണ് നമ്മുടെ കഥാനായകൻ. സിസിലിയയുടെ അച്ഛനാണ് റോബിയെ പഠിപ്പിക്കുന്നതും എല്ലാം സഹായിക്കുന്നത്. റോബിക്ക് വലുതാകുമ്പോൾ ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹം. അതും സിസിലിയയുടെ അച്ഛൻ സഹായം ചെയ്യാം എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ബ്രിയോണിക്ക് കഥകൾ എഴുതാൻ വലിയ താല്പര്യമാണ്. ഒരു ദിവസം അവൾ ജനലിലൂടെ നോക്കുമ്പോൾ അവളുടെ ചേച്ചിയും ജോലിക്കാരൻ്റെ മകൻ റോബി, അതായത് നമ്മുടെ കഥാനായകനുമായി വഴക്കിടുന്നത് കണ്ടു. അവൾ നോക്കുമ്പോൾ അവളുടെ ചേച്ചി വെള്ളത്തിലോട്ട് ചാടുകയും തിരികെ വരുമ്പോൾ റോബിയായിട്ട് വഴക്കിട്ട് പോകുന്നതും അവൾ കണ്ടു. അടുത്ത ദിവസം റോബി സിസിലിയയ്ക്ക് ഒരു മോശം കത്ത് കൊടുക്കുവാൻ ബ്രയോണിയെ ഏൽപ്പിക്കുന്നു. അവൾ അത് വായിക്കുകയും അത് അവളുടെ ടേബിളിൽ കൊണ്ട് ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നു. അതോടെ റോബി ഒരു മോശം വ്യക്തിയായി ബ്രയോണിക്ക് തോന്നാൻ തുടങ്ങി. അന്ന് അവരുടെ വീട്ടിൽ 2 ഗസ്റ്റുകൾ വന്നു. ഒന്ന് സിസിലിയയുടെ സഹോദരൻ ലിയോൺ, സഹോദരൻ്റെ സമ്പന്നനായ കൂട്ടുകാരൻ പോളും. വരുന്ന വഴിക്ക് അവർ റോബിയെ കാണുകയും രാത്രി ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. ഡിന്നറിന് വന്ന റോബി സിസിലിയുമായി ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ആകുന്നത് ബ്രയോണി കാണുന്നു. അടുത്ത് കാണുന്ന അവൾ ചേച്ചിയെ ഉപദ്രവിക്കുന്നു എന്ന് കരുതി കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നു. ഡൈനിങ് ടേബിളിൽ വെച്ച് എല്ലാവരും ഒത്തുകൂടിയപ്പോൾ ലോല അവളുടെ ട്വിൻ ബ്രദേഴ്സ് ഒരു ലെറ്റർ എഴുതി വെച്ച് ഓടിപ്പോയി എന്ന് അറിയിക്കുന്നു. ആ ആൺകുട്ടികളെ തിരക്കി എല്ലാവരും പോയ നേരം ബ്രയോണി തൻ്റെ കസിനായ ലോലയെ ആരോ പീഡനത്തിനിരയാക്കുന്നത് കാണുന്നു. അവളുടെ മുൻവിധി കാരണം കുറ്റവാളി റോബിയാണ് എന്ന് ധരിച്ച് അവൾ പോലീസിനോട് റോബിയാണത് ചെയ്തത് എന്ന് മൊഴി നൽകുന്നു. തെളിവിനായി അവൾ റോബി സിസിലിയയ്ക്ക് കൊടുക്കാൻ ഏൽപ്പിച്ച കത്ത് കാണിക്കുന്നു. അങ്ങനെ റോബിക്ക് ജയിലിൽ പോകേണ്ടി വരുന്നു. ബ്രയോണി പറഞ്ഞ ആ കള്ളം ആ 2 ജീവിതങ്ങളും തകർക്കുന്നു. സിസിലിയ കുടുംബത്തെ ഉപേക്ഷിച്ച് ലണ്ടനിൽ നഴ്സായി ജോലിക്ക് ചേർന്നു. റോബി ആകട്ടെ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ ഒരു ഓഫർ കിട്ടുന്നു. ജയിൽ ശിക്ഷ ഒഴിവാക്കാൻ പട്ടാളത്തിൽ ചേരുക. അങ്ങനെ ആ നരകയാതന ഒഴിവാക്കാൻ വേണ്ടി അവൻ പട്ടാളത്തിൽ ചേരുന്നു. നാളുകൾ കഴിഞ്ഞു. വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസത്തിൽ റോബി ഒരു കഫേയിൽ വെച്ച് സിസിലിയെ കാണുന്നു. സിസിലിയ അവനോട് അവളുടെ കൂടെ നിൽക്കാൻ കരഞ്ഞു പറഞ്ഞു. എന്നാൽ റോബി പറയുന്നു, ഞാൻ യുദ്ധം കഴിഞ്ഞ് വരും, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. സിസിലിയ അവനൊരു ഫോട്ടോ കൊടുക്കുന്നു. യുദ്ധം അവസാനിക്കുമ്പോൾ ആ ഫോട്ടോയിൽ കാണുന്ന വീട്ടിൽ നമുക്ക് താമസിക്കാം എന്ന വാക്ക് കൊടുത്ത് 2 പേരും പിന്നെയും പിരിയുന്നു. 6 മാസങ്ങൾക്ക് ശേഷം റോബിയെ കാണിക്കുന്നു. അവൻ സിസിലിയ കൊടുത്ത ഫോട്ടോ നോക്കി നിൽക്കുന്നു. വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. എന്നാൽ റോബിയുടെ മനസ്സിൽ സിസിലിയ കൊടുത്ത ഫോട്ടോയും അവളുടെ ഓർമ്മകളുമായിട്ടാണ് അവൻ ജീവിക്കുന്നത്. അവൻ അവൻ്റെ യുദ്ധ കമ്പനിയായ ഡൺക്രിക്ക് കണ്ടെത്തുന്നു. ഡൺക്രിക്കിലെ യുദ്ധഭൂമിയിൽ അവൻ മുറിവേറ്റവരുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവൻ അവൻ്റെ ഫ്രണ്ടുമായി ഒരു ഇടത്ത് റെസ്റ്റ് എടുക്കാൻ പോകുന്നു. രാവിലെ ഷിപ്പ് എടുക്കുമ്പോൾ എഴുന്നേൽപ്പിക്കണമെന്ന് പറഞ്ഞ് അവൻ കൂട്ടുകാരനെ ചട്ടം കെട്ടുന്നു. അങ്ങനെ അവൻ ഉറങ്ങാൻ കിടക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ബ്രയോണി 18 വയസ്സായി. താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന ബ്രയോണി നഴ്സിങ്ങിന് ചേർന്നു. അതൊരു പ്രായശ്ചിത്തം പോലെ അവൾ കണക്കാക്കുന്നു. ബ്രയോണി തൻ്റെ ചേച്ചി സിസിലിയയ്ക്ക് ഒരുപാട് കത്തുകൾ എഴുതുന്നു. സിസിലിയ എന്നാൽ ഒന്നിനും മറുപടി കൊടുക്കുന്നില്ല. ഒരു ദിവസം ബ്രയോണി സിസിലിയെ കാണുവാൻ അവളുടെ ഫ്ലാറ്റിൽ ചെല്ലുന്നു. അവൾ കുറേ ക്ഷമാപണം നടത്തുന്നു. ഇതെല്ലാം കേട്ട് റോബി അടുത്ത റൂമിലുണ്ടായിരുന്നു. അവന് ദേഷ്യം വന്ന് ബ്രയോണിയോട് ഒരുപാട് വഴക്കുകൾ പറയുന്നു. ഇതെല്ലാം നാളെ തന്നെ ഈ ലോകം അറിയണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. ബ്രയോണി അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ബ്രയോണി അവിടെ നിന്നും പോകുന്നു. പിന്നെ നമ്മൾ സിനിമ കാണിക്കുന്നത് 60 വർഷങ്ങൾക്ക് ശേഷമാണ്. 77 വയസ്സായ ബ്രയോണി ടാലസ് ഒരു TV അഭിമുഖത്തിന് സംസാരിക്കുന്നു. അവളുടെ പുതിയതും അവസാനത്തെയുമായ നോവൽ അറ്റോൺമെൻറ്റിനെ പറ്റിയാണ് സംസാരം. സിനിമയുടെ 2ാം പകുതിയിൽ റോബി സിസിലിയ ഒന്നിക്കുന്നത്, റോബി തിരികെ വരുന്നതും
ഒന്നിച്ച് ജീവിക്കുന്നതും ബ്രയോണി തൻ്റെ നോവലിൽ എഴുതിയ ഒരു കള്ളമായിരുന്നു. അവൾ കാരണം ദുരന്തപൂർണമായ 2 പേരുടെയും ജീവിതം അവൾ എഴുതിയ നോവലിലൂടെ ഒരു ഹാപ്പി എൻഡിംഗ് ആയിട്ട് കൊടുക്കുന്നു. യാഥാർത്ഥ്യത്തിൽ റോബി ഡൺകറിൽ പണി ബാധിച്ച് മരിക്കുന്നു. സിസിലിയാണെങ്കിൽ ട്യൂബ് സ്റ്റേഷനിലെ ഒരു ഫ്ലഡിൽ മരിക്കുന്നു. ലാസ്റ്റ് വേർഡായി ബ്രയോണി പറയുന്നത് ഇതാണ്: എന്നെപ്പോലെ കുറ്റക്കാരിയായ ഒരു എഴുത്തുകാരിക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ കാര്യം അവർക്ക് വേണ്ടി സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും അടുത്ത വിശേഷമായി വരുന്നത് വരെ ടാറ്റാ.